ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമല്ല, ഞാൻ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാണ്. അത് എനിക്കിന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്, അതൊരു ട്രിക്സാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ, നമ്മൾ ഒന്നുകിൽ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ സ്വർണം മേടിക്കാൻ പോവുമോ, അല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴും എല്ലാം നമ്മൾ രാഹുകാലം നോക്കാറുണ്ട്. രാഹുകാലം നോക്കിയിട്ടേ നമ്മളതിന് ഇറങ്ങാറുള്ളൂ. അപ്പോൾ എപ്പോഴും രാഹുകാലത്തിന് മുമ്പ് നമ്മൾ ഒന്നുകിൽ ഇറങ്ങും, അല്ലെങ്കിൽ രാഹുകാലം കഴിഞ്ഞിട്ടേ പിന്നെ ഇറങ്ങത്തുള്ളൂ. ആ ടൈമിൽ നമ്മൾ ഇറങ്ങത്തില്ല. നമ്മുടെ ഒരു വിശ്വാസമാണ് ആ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ശരിയാവത്തില്ല, ദോഷമാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഉടനെ തന്നെ കലണ്ടറിൽ നോക്കി നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷേ കലണ്ടറിൽ നോക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മനക്കണക്കിൽ, നമ്മളെല്ലാം കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മിടുക്കരാണല്ലോ. നമുക്ക് കണക്കുകൾ മനസ്സിലിങ്ങനെയായിട്ട് പെട്ടെന്ന് പറയാൻ നമുക്ക് അറിയാവുന്നല്ലോ അവരെല്ലാവരും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു വിദ്യയാണ് ഇത്. ഞാൻ നമ്മളെ സ്കൂളിലാണോ അതോ കോളേജിലാണോ ടീച്ചേഴ്സ് പഠിപ്പിച്ചാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പം. ചിലപ്പം നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ചാണോ അതെനിക്ക് കൂട്ടുകാർ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമല്ലോ നമ്മളുമായിട്ട്. അപ്പം അങ്ങനെ കൂട്ടുകാർ പറഞ്ഞതെന്നാണോ എന്ന് ഓർമ്മയില്ല. ഇത് ചിലപ്പോൾ പലർക്കും അറിയാമെന്നായിരിക്കും കേട്ടോ. എങ്കിലും ഞാനിപ്പോൾ അറിയാൻ വയ്യാതെ പുതിയ നമ്മുടെ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, അവർക്കും പിന്നെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും ഇത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് ആണ്. ഒരു കുറച്ച് വാക്കുകൾ ചേർന്ന സെന്റൻസ്. അത് സെന്റൻസ് ഞാൻ പറയാം. 11 boys have a good football club. ഈ ഒരു സെന്റൻസ് ആണ്. അതായത് 7 വാക്കുകൾ ചേർന്ന ഒരു സെന്റൻസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പം നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ രാഹുകാലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രാഹുകാലം എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. അപ്പോൾ നമുക്കിപ്പം നോക്കാവത്. അത് നമ്മൾ മൺഡേ ടു സൺഡേ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മൺഡേ തുടങ്ങുകയാണ്. നമ്മൾ ഈ സെൻറ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തിങ്കൾ തൊട്ട് ഞായർ വരെയാണ്, അതായത് മൺഡേ ടു സൺഡേ വരെ. അപ്പോൾ നമ്മൾ മൺഡേയിലാണ് ഇപ്പം പറയാൻ പോകുന്നത്. നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു, 11 boys have a good ഫുട്ബോൾ ക്ലബ്ബ്. ഇതിൻ്റെ എല്ലാം ആദ്യത്തെ അക്ഷരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. 11 E, ബോയ്സിൻ്റെ B, അങ്ങനെ 11 boys have അതിൻ്റെ H. അപ്പം അങ്ങനെ നമ്മൾ എടുക്കുന്നത്. അപ്പം 11 എന്ന് പറയുമ്പോൾ E ആണ്. അപ്പം ABCDയിൽ നമ്മൾ 11ൻ്റെ എത്രാമത്തെ അക്ഷരമാണെന്ന് നമ്മൾ നോക്കണം. E എന്ന് പറയുന്നത് ABCDE. E എന്ന് പറയുന്നത് 5ാമത്തെ അക്ഷരമാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ. അപ്പം ഈ 5 പറയുന്നതിൻ്റെ, അതായത് നമ്മൾ ഏത് വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് അതിൻ്റെ പകുതിയും കൂടി ഇതിലോട്ട് ചേർക്കണം, കൂട്ടണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ E എന്ന് പറഞ്ഞപ്പോൾ 5ആയി. അതായത് ABCDE 11ൻ്റെ ഈ 5 അതിൻ്റെ പകുതിയാകുമ്പോൾ 2.5. അപ്പോൾ 5ഉം 2ഉം 7.5. 7.5 തൊട്ട് 1.5 മണിക്കൂറാണ് രാഹുകാല ടൈം സമയം നമ്മൾ ഉള്ളത്. അപ്പോൾ അത് കണക്ക് കൂട്ടി പറയണം. അതായത് ഇപ്പോൾ ABCDE എന്നുള്ളത് 5ാമത്തെ അക്ഷരമാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2.5 കൂടെ. ഇപ്പം 5ഉം 2ഉം 7.5. 7.5 തൊട്ട് 1.5 മണിക്കൂർ നമ്മൾ രാഹുകാല സമയം എടുക്കണം. 7, 1, 8, 9. അപ്പം 7.5 തൊട്ട് 9 മണി വരെയാണ് രാഹുകാലം, അതായത് മൺഡേ, തിങ്കളാഴ്ച. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ട്യൂസ്ഡേയിലാണെങ്കിലോ 11 കഴിഞ്ഞു ബോയ്സ് എന്നാണ് പറഞ്ഞത്, 2ാമത്തെ വാക്ക് B. അപ്പം AB. ഇപ്പം 2ആണ്. 2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1. അപ്പം 2ഉം 1ഉം 3. 3 തൊട്ട് 1.5 മണിക്കൂറാണ് രാഹുകാല ടൈം. അപ്പോൾ എത്രയാണ്? 3 തൊട്ട് 4.5 വരെ, അതായത് ട്യൂസ്ഡേയിൽ. അപ്പോൾ നമ്മൾ 11 ബോയ്സ് കഴിഞ്ഞു. 11 ബോയ്സ് ഹാവ് എന്ന് പറഞ്ഞാൽ H ആണ്. അപ്പോൾ ആദ്യത്തെ അക്ഷരം H. അപ്പം H എത്രയാണെന്ന് നോക്കാം നമുക്ക്. ABCDE, F
GH. അപ്പം 5 3 8 അല്ലേ? അപ്പം 8ന്റെ പകുതി എന്ന് പറയുന്നത് 4. അപ്പോൾ 8 4 12. മനസ്സിലായല്ലോ? നമുക്ക് കിട്ടിയ അക്ഷരത്തിന്റെ എണ്ണത്തിന്റെ അതും അതിന്റെ പകുതിയും കൂടി എടുക്കണം. അപ്പോൾ 8 4 12. 12 തൊട്ട് 1.5 മണിക്കൂർ രാഹുകാല ടൈം. അപ്പോൾ 12 കഴിഞ്ഞാൽ 1 1.5. അപ്പം 12 തൊട്ട് 1.5 വരെയാണ് നമുക്ക് രാഹുകാല ടൈം കിട്ടുന്നത്. അതായത് ഏത് ദിവസമാണ്? മൺഡേ, ട്യൂസ്ഡേ, നമ്മൾ വെനസ്ഡേയിലെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? മൺഡേ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ ആണ്. അപ്പം ഏതാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. 4ാമത്തെ ദിവസമാണ്. അതായത് 11 ബോയ്സ് ഹാവ് എ. 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്ന് പറയുമ്പോൾ എ ഇംഗ്ലീഷ് ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പം എ എന്ന് പറയുമ്പോൾ 1 1ന്റെ പകുതിയും കൂടെ എടുക്കാം. അപ്പോൾ 1.5. 1.5 തൊട്ട് 3 വരെയാണ് നമുക്ക് തേഴ്സ്ഡേയിൽ ഉള്ള രാഹുകാല ടൈം. 1.5 1.5 കൂടി കൂട്ടുമ്പം 3 അല്ലേ? അപ്പോൾ 1.5 തൊട്ട് 3 വരെ നമുക്ക് രാഹുകാല ടൈം കിട്ടി. പിന്നെ എന്ത് വേണം? തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ എന്ന് പറയുന്നത് 5ാമത്തെ ദിവസമാണ് അല്ലേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5ാമത്തെ ദിവസം. അപ്പം 5ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് 11 ബോയ്സ് ഹാവ് എ ഗുഡ്. ജി ആണ് അല്ലേ? അപ്പം ജി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ വരുന്നത് A B C D E F G എമ്പ 7 അല്ലേ? 7 നമുക്ക് അക്കം കിട്ടി. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.5. അപ്പം 7ന്റെ കൂടെ 3.5 കൂടി കൂട്ടണം അല്ലേ? അപ്പം 10.5. 10.5 തൊട്ട് 10 1 11.5 12. 10.5 തൊട്ട് 12 മണി വരെയാണ് നമ്മൾ പറയുന്ന ഫ്രൈഡേയിലെ രാഹുകാലം. പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്? സാറ്റർഡേ ആണ് വേണ്ടത്. അപ്പം 11 ബോയ്സ് ഹാവ് എ ഗുഡ് വരെയായി. ജി ഗുഡ് കിട്ടി അല്ലേ? എഫ് വരെ. ഇനി ഫുട്ബോൾ ക്ലബ് എന്നാണ് എഫ്. അത് സാറ്റർഡേ ആണ്. എഫ് എന്ന് പറയുമ്പം A B C D E. എഫ് എന്ന് പറയുമ്പോൾ 6 അല്ലേ? 6 എന്ന് പറയുമ്പോൾ പകുതി അറിയാമല്ലോ? 3 6 3 9. 9 തൊട്ട് 10.5 വരെ. ശനിയാഴ്ച എന്ന് പറയുന്നത് 9 തൊട്ട് 10.5 വരെയാണ് രാഹുകാലം. പിന്നെ നമ്മുടെ സൺഡേ ആണ് ലാസ്റ്റ്. അപ്പം 11 ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബായി. അത് സി ആണ്. A B C 3 അല്ലേ? 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 1.5. അപ്പം 3 1 4 4.5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 രാഹുകാല ടൈമും കൂടെ ആകുമ്പോൾ എത്രയാണ്? 4.5 തൊട്ട് 6 മണി വരെ. അപ്പോൾ നമുക്ക് ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ 7 ദിവസത്തെയും രാഹുകാലം എന്ന് പറയുന്നത്. രാഹുകാല ടൈം എപ്പോഴും 1.5 മണിക്കൂറാണ്. ഇത് അപ്പോൾ നമുക്കിത് ഇപ്പം പെട്ടെന്ന് പോയി കലണ്ടർ നോക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയില്ലേ പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിത് പറയാവുന്നതേ ഉള്ളൂ. ഈ സെൻറ്റൻസ് ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. 11 ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബ്ബ്. അതൊരു അങ്ങ് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്. ഇത് നമ്മൾ ആദ്യമൊക്കെ ഈ പറഞ്ഞൊക്കെ അത് നോക്കി ആദ്യം എഴുതി വെക്കും, പിന്നെ അത് നോക്കി വായിച്ച് പഠിച്ച് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനൊരു താല്പര്യമാണല്ലോ. അപ്പം നമ്മളത് പെട്ടെന്ന് പഠിച്ചെടുക്കും. പിന്നെ തന്നെയല്ലേ നമ്മളോട് ഇതിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അതിപ്പം എൻ്റെ വീട്ടിൽ നിത്യ സംഭവമാണ്. ഇപ്പം ഏതെങ്കിലും ദിവസം നമ്മളിങ്ങനെ അവിടെ പോകണം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നോക്കും, ഈ രാഹുകാലം എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓടിപ്പോകേണ്ട കാര്യമില്ല. ഏത് ദിവസമാണെന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ സെൻറ്റൻസിൽ എടുക്കും. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കലണ്ടറിൽ നോക്കിയാലും തിങ്കൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ സൺഡേ ആണ്. പക്ഷെ നമ്മൾ മൺഡേ തൊട്ട് കളിപ്പിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ സൺഡേ വരെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 1.5 മണിക്കൂർ ഗ്യാപ്പാണ് നമുക്ക് ഈ രാഹുകാലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ നമുക്കിത് എല്ലാവർക്കും കലണ്ടറൊന്നും എപ്പോഴും എടുത്ത് നോക്കിക്കൊണ്ട് നടക്കാനും ഒക്കെ പാടല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു ട്രിക്ക് തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് തന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് സാറുമാർ ചോദിക്കുന്നതല്ലേ, അത് അന്നൊക്കെ ഉള്ളതാണ്. ടീച്ചേഴ്സൊക്കെ നമ്മളെ അവർ തന്നെ ആയിരിക്കും നമ്മളിത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ജനുവരി, ഫെബ്രുവരി നമുക്ക് പെട്ടെന്ന് പറയാണ്. ഇപ്പം
ഓഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്, അല്ലെങ്കിൽ മാർച്ചിൽ എത്ര ദിവസമുണ്ട്, ഫെബ്രുവരി ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഒക്ടോബറിൽ എത്രയുണ്ട് എന്നൊക്കെ പറയുമ്പം ആദ്യത്തെ മാസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. നമുക്ക് നമ്മളെപ്പോഴും പറയുന്നതൊക്കെ ആകുമ്പോൾ ഓർമ്മയിൽ തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ അങ്ങോട്ടും പോകും തോറും പെട്ടെന്ന് സെപ്റ്റംബർ അല്ലെങ്കിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സംശയങ്ങൾ വന്നു തുടങ്ങും. അത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പലർക്കും അറിയാവുന്ന തന്നെയാണ് ഞാൻ, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു വളരെ സഹായകരമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളുടെ ഈ കൈമുട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഉള്ളത്, അപ്പം നമ്മളോട് ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ വിരലല്ല, അടുത്ത ഈ വിരൽ വെച്ച് ഈ വിരലിൻ്റെ മുട്ട് എടുത്തിട്ട് നമ്മളെപ്പോഴും എന്താണ് ഇങ്ങനത്തെ മുട്ടുകളെല്ലാം 31 ഡേയ്സ് ആണ്. ഈ മുട്ടുകളെല്ലാം 31 ഡേയ്സും ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ കുഴി എപ്പോഴും 30 ഡേയ്സുമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഫെബ്രുവരി മാത്രമേ ഉള്ളൂ 28 ദിവസം വരുന്നത്. അത് 4 വർഷം കൂടുമ്പോൾ അത് 29ആണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മുടെ ഇംഗ്ലീഷ് മാസങ്ങളിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഈ മുട്ട് ഭാഗങ്ങളെല്ലാം 31 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ജനുവരി, ഫെബ്രുവരി പിന്നെ 28ഓ 29ഓ, അത് ലീപ്പ് ഇയർ 4 വർഷം കൂടുന്നുണ്ടല്ലോ, അത് 29 ആണ് എന്നല്ല ഒഴിച്ചാൽ. ബാക്കി ഫെബ്രുവരി, പിന്നെ മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ കണ്ട, മെയ് 31, ജൂൺ 30, ജൂലൈ ഇത് 31. പിന്നെ ഇപ്പുറത്തും തുടങ്ങാം അല്ലേ, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. കറക്റ്റ് നമ്മുടെ ഈ മുട്ടുകളുടെ എല്ലാം വെച്ച് തന്നെ 31 നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പം എത്ര ദിവസം ഉണ്ട് എന്ന് ഒരാളൊന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ മാർച്ച് എത്ര ദിവസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന്, ഫെബ്രുവരിയിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്, ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം ഓഗസ്റ്റ് എത്ര ദിവസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് മൊത്തം കാണാ പിടിച്ച് വെച്ചിരിക്കുമായിരിക്കത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 31. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇല്ലെങ്കിൽ നമുക്കിത് ഈ ട്രിക്കൊന്ന് പ്രയോഗിച്ച് നോക്കൂ. ഇത് വളരെ രസകരമായ ഒരു കണക്കിലെ കളികളാണിത്. പക്ഷേ നമുക്കിത് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും. നമുക്ക് ഇതൊന്നും കലണ്ടറോ അല്ലെങ്കിൽ നമുക്ക് മേലെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് കൊണ്ടുവന്ന 2 ട്രിക്കുകൾ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.